അവൻ ചോദിച്ചു, ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? മാലാഖ പറഞ്ഞു, ഈ പുസ്തകത്തിന്റെ പേര് ദൈവം സ്നേഹിച്ച മനുഷ്യരുടെ പേരാണ്. ദൈവം സ്നേഹിച്ച മനുഷ്യരുടെ പേര് അത് ദൈവത്തോട് അടുത്തിരിക്കുന്ന മനുഷ്യരാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യരാണ്. ദൈവം സ്നേഹിക്കുന്നവര് നമുക്ക് ഏറ്റവും എളുപ്പം ദൈവത്തെ സ്നേഹിക്കാൻ. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എന്താണ്? നമുക്കൊന്നും ഉണ്ടാകല്ലേ എന്ന്. ഒരു കഷ്ടപ്പാടും ഉണ്ടാകല്, ഒരു വേദനയും ഉണ്ടാകല്, ഒരു രോഗവും ഉണ്ടാകല്, ഇതെല്ലാം വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ആ ഒരു കാഴ്ചപ്പാടില് നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കും. ഇതാണ് സുഖം. നമ്മൾ അങ്ങനെ തന്നെയാണ് ദേവാലയത്തിൽ പോകുമ്പോഴും നമ്മുടെ നവീന സെന്ററുകളിൽ പോകുമ്പോഴും നമ്മുടെ പ്രധാനമെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക. വലിയ പ്രയാസമാണ്. ഇത് രണ്ടും ആവശ്യമാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് അതിനകത്ത് വലിയ പ്രയാസങ്ങളൊന്നുമില്ല എന്നല്ല. അതിനകത്ത് വല്ല പ്രയാസവും നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് പോകുമ്പോൾ പറയാറുള്ളത് ദൈവത്തോട് നമുക്ക് പ്രത്യേകമായ ഒരു അടുപ്പം ഉണ്ടാകും, അല്ലേ? ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടതെല്ലാം, നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകമായ ഒരു മമത, തന്നില്ലെങ്കിലോ പ്രത്യേകമായ ദേഷ്യം, ഒന്നും തന്നില്ലല്ലോ എന്ന് പറയും. മറിച്ച് ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരും അവരെ നമ്മൾ ബൈബിളിലും സഭയുടെ ചരിത്രത്തിലൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. അവരെ നമ്മൾ വിശുദ്ധർ എന്ന് പറയണം. ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാല് പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പിനാണ്. എന്തെല്ലാം യാതനകളാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന യാതനകള് എന്തുമാത്രം കഷ്ടപ്പെടാം, അല്ലേ? എന്നിട്ടും പരിശുദ്ധ മറിയത്തോട് പറയുന്നത്, നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവള് ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നതാണ്. എന്നിട്ടും അവരുടെ യാത്ര ഇതൊരു പ്രയാസം നിറഞ്ഞ യാത്രയാണ്. നമുക്കത് ബൈബിള് വായിച്ചു പോകുമ്പോഴും മനസ്സിലാകാം. ഒരു സ്ത്രീ അനുഭവിക്കുന്ന യാതനയല്ല, എന്തുമാത്രം യാതനകളിലൂടെ ഈ അമ്മ കടന്നുപോയി എന്നത്. അതുപോലെയാണ് ഈ യൗസേപ്പ് പിതാവ്. ഞാൻ പറയുന്നുണ്ട്, അവന്റെ ഈ യാത്ര അത് തന്നെയാണ്. എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒക്കെയാണ് കടന്നുപോയത്. എന്നിട്ടും ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഇവർ മാറിയത്. വിശുദ്ധരുടെ ചരിത്രവും അത് തന്നെയാണ്. എന്തെല്ലാം പീഡകളും യാതനകളും ഒക്കെ അനുഭവിച്ചു വരാനുണ്ട്. ഇവരുടെ എല്ലാം വാക്കുകൾ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതാ കർത്താവിന്റെ ദാസി, നീ പറയുന്നത് പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്നാണ്. നമ്മൾ പലപ്പോഴും ഒക്കെ കാണാറുണ്ട്. അതായത് ആരെയും ദ്രോഹിക്കാത്ത ഒത്തിരി മനുഷ്യരും. നമ്മൾ പൊതുവെ എന്ന് പറയുന്നത് ക്യാൻസർ ബാധിതരായ ഒത്തിരി മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എൻ്റെ പള്ളിയിലാണെങ്കിലും അല്ലാതെയും ഒക്കെ അതിന് വെറും പാവം പിടിച്ചു വരാം. പാവം പിടിച്ച സ്ത്രീകൾ, പാവം പിടിച്ച മനുഷ്യരും ഒക്കെയാണ്. നമ്മളെ നേരം ചിന്തിക്കാറുണ്ട്, ഇവരാരെയും ദ്രോഹിച്ചിട്ടില്ല, ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, ആരെയും ഒന്നും. എന്നാലും കൂടുതലും ഇങ്ങനെ നല്ല മനുഷ്യർ